ഇപ്പം നമ്മൾ കടപ്പയിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇന്നലെ രാത്രി ഈ ഹനുമാൻ ടെമ്പിളിലാണ് നമ്മൾ വിശ്രമിച്ചത്. ഞാനും കുഞ്ഞിയും സുരക്ഷിതമായിട്ട് അവരുടെ ഈ വലിയൊരു ഷെഡുണ്ട്, ആളുകൾക്ക് വന്ന് താമസിക്കാനും ഇരിക്കാനും ഒക്കെയുള്ളൊരു ഷെഡ്, അതിലാണ് താമസിച്ചത്, തങ്ങിയത്. അതുപോലെ തന്നെ അതെ, ഞാൻ രാവിലെ ഷെഡിൻ്റെ അകത്താണ് കുഞ്ഞിയെ വെച്ചിരുന്നത്. സൈക്കിളൊക്കെ എടുത്ത് നമ്മൾ യാത്ര തിരിക്കാനുള്ള പുറപ്പാടിലാണ്. കുഞ്ഞിനെ വെളിയിലൊക്കെ ഇറക്കിയിട്ട് ഇപ്പോൾ അവളെ അകത്തോട്ട് കയറ്റിയതാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മനോഹരമായ ഒരു ഹനുമാൻ ശില്പമാണ്. ഹനുമാൻജിയുടെ മനോഹര ശില്പം. ധാരാളം ഭക്തർ വരുന്നതാണ്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോയാൽ ഒരു ഗ്രാമവും, ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോയാൽ ഒരു 3 കിലോമീറ്റർ പോയാൽ മറ്റൊരു ഗ്രാമവും ഉണ്ട്. ആ ഗ്രാമങ്ങളിലെ ആളുകൾ വന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ധാരാളം ശവകുടീരങ്ങൾ കാണാം. ഇവിടുത്തെ ആളുകളുടെ ശവകുടീരങ്ങളാണ്. ഇവർ പ്രധാനമായും ഇവരുടെ കൃഷിഭൂമിയിലാണ് ശവകുടീരങ്ങൾ സ്ഥാപിക്കുന്നത്. അങ്ങനെ കാണുന്നത് വാഴത്തോട്ടങ്ങളാണ്. ഇനി അങ്ങോട്ട് കൃഷിയുടെ മേഖലയാണ്. ഈ റോഡ് വഴി പോയാൽ ഒരു 2 കിലോമീറ്റർ ഗ്രാമമാണ്. 2 കിലോമീറ്ററിന് ശേഷം അതിനു മുമ്പ് ധാരാളം കൃഷിസ്ഥലങ്ങളാണ്. ഇത് ബൈപ്പാസ് റോഡാണ്. അവിടെയും വാഴക്കൃഷി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നും പതിയെ ഗ്രാമക്കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇവിടെ മറ്റ് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇത് ഗ്രാമീണ മേഖലയിലെ പശു വളർത്തും ആട് വളർത്തും ഒക്കെയുള്ള ഒരു സ്ഥലമായതിനാൽ ഇവിടെ മറ്റ് പല കൃഷികളുമുണ്ട്. അപ്പോഴത്തെ ഇവിടെ ചേച്ചി കോലം വരയ്ക്കുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യാത്ര തുടങ്ങുകയാണ്. ഹൈവേയുടെ തൊട്ടടുത്ത് നമ്മൾ ഗ്രാമപ്രദേശത്തിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാ മനോഹരമായ ഒരു കൃഷിഭൂമിയാണ് കാണാൻ പറ്റുന്നത്. വാഴത്തോട്ടങ്ങളും മത്തൻ തോട്ടങ്ങളുമാണ്. ഇതാ മത്തങ്ങയൊക്കെ കായ്ച്ചു കിടക്കുന്നത് കാണാം. ഈ സൈഡിൽ കൃഷിക്ക് ഉള്ള അനുയോജ്യമായ രീതിയിൽ അവർ പൈപ്പ് ലൈനൊക്കെ ഇടുന്നതേ ഉള്ളൂ. ഈ സൈഡ് മുഴുവൻ കൃഷിയാണ്. ഇനിയും അങ്ങോട്ട് വാഴക്കൃഷികളും മത്തൻ കൃഷികളുമൊക്കെയാണ്. ഇതുകൊണ്ട് ഇതെല്ലാം മത്തങ്ങ വിളഞ്ഞു കിടക്കുന്ന മത്തങ്ങയാണ്. അപ്പോൾ ഈ റോഡിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. യാത്ര തുടരുകയാണ്. നമ്മൾ ഗ്രാമത്തിനുള്ളിലേക്ക് കയറുകയാണ്. കൃഷിഭൂമിയുടെ നടുവിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നിറയെ വാഴത്തോട്ടങ്ങളുള്ള ഒരു കൃഷിഭൂമി. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. സമയം 7:30 ആയതേ ഉള്ളൂ. നിറച്ച് വാഴക്കുലകളുമായിട്ട് നിൽക്കുന്ന വാഴത്തോട്ടമാണ് നമുക്ക് കാണാൻ പറ്റുക. വളരെ മനോഹരമായ കാഴ്ച, പച്ചപ്പിൻ്റെ ആ കാഴ്ച, ഹരിതാഭയുടെ കാഴ്ച, ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ ആന്ധ്രയുടെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമത്തിൽ നമുക്ക് 2 സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ആ ഗ്രാമഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. വാഴത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്ര. ഇവിടെ കൃഷിക്ക് വേണ്ടി ഭൂമി ഒരുക്കിയിട്ടിരിക്കുന്നു. അവരെ പൈപ്പ് ലൈനൊക്കെ ഇടുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം ട്രിപ്പ് ഇറിഗേഷനിലൂടെയാണ് ഇവർ, അല്ലെങ്കിൽ വെള്ളത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കിയിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത്. അല്ലാതെ കൃഷി ചെയ്ത് കഴിഞ്ഞ് വെള്ളം അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുക്കുക ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുക്കുക എന്നുള്ള സംഭവമല്ല. എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ്, വ്യക്തമായ ധാരണയോടുകൂടി കൃഷി ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ശരി, നമുക്ക് ഈ വഴിയിലൂടെ നേരെ
അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് പോവാം. അപ്പം നമ്മൾ ഒബ്ലുവാരപ്പള്ളിയിലാണുള്ളത്. അപ്പോൾ ഒബ്ലുവാരപ്പള്ളിയിലെ 2 സുഹൃത്തുക്കളാണിത്. ഒന്ന് ചരൺ, ഒന്ന് ദിലീപ്. അപ്പോൾ രണ്ടുപേരും ഇന്നലെ വൈകിട്ട് വന്ന് നമ്മളെ മീറ്റ് ചെയ്തതാണ്. ബ്രോ, വാട്ട് ആർ യു ഡൂയിങ്? I got a job in Bangalore, so Okay. just I'm roaming around. Yeah, okay. What are you? I'm studying BTech 4th year, bro. Oh, nice. അപ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് പീപ്പിളാണ് ഇവിടെ ഈ നാട്ടിലുള്ളത് മുഴുവൻ. അവർ വെളിയിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ പോകുന്ന പോലെ വെളിയിലൊക്കെ പോയി നല്ല ജോലികൾ തേടുന്നുണ്ട്. അതുപോലെ തന്നെ അവർ കൃഷിയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ മുഴുവൻ വാഴക്കൃഷിയാണ്. കൂടുതലും വാഴക്കൃഷിയും വെറ്റില കൃഷിയുമാണ്. ഇവിടെ ധാരാളം വെറ്റില അതായത് പാൻ്റെ പത്ത വെറ്റില കൃഷി ചെയ്യുന്ന ധാരാളം ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിലോട്ടാണ് ഞാൻ പോകുന്നത്. ആ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് ഹൈവേയിൽ കയറി പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ശരി, ഞങ്ങൾ ഇവരുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഇവർക്കിപ്പോൾ വർക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പോയി ഗ്രാമം ചുറ്റിക്കണ്ട് ഞാൻ വെളിയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ ബ്രോ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പം ഞാൻ നമ്മുടെ വെറ്റിലക്കൊടിയുടെ ഇത് തപ്പി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മരങ്ങൾ വെച്ചിരിക്കുന്നതെല്ലാം വെറ്റിലക്കൊടിയുടെ വെറ്റില കൃഷി ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ മരം നമ്മുടെ ഇവിടെ കമ്പ് കുത്തിയും കാല് കുത്തിയും വെക്കുമ്പോൾ ഈ മരത്തേലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ പാൻ കടക്കാർ പാൻ വിൽക്കുന്ന അവരുടെ ചെറിയ ഇലകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ കിലോമീറ്ററുകളാണ് ഈ മരങ്ങൾ നിൽക്കുന്നത്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു, ഇതുപോലെ മറച്ചു കെട്ടിയിരുന്നതുകൊണ്ട് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ വെറ്റില കൃഷി. ഇങ്ങനെ ധാരാളം കൃഷി, ഏക്കർ കണക്കിന് കൃഷികളാണ് ഓരോ സ്ഥലത്തും ചെയ്യുന്നത്. ഇത് കണ്ടോ. അപ്പം നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്താണുള്ളത്. അവിടെയുള്ള വലിയ വെറ്റിലത്തോട്ടമാണിത്. ഒരുപാട് ദൂരേക്കുണ്ട് കേട്ടോ, 100 കണക്കിന് മീറ്റർ ദൂരത്തേക്ക് ഈ വെറ്റില കൃഷി തന്നെയാണ്. ഈ മരങ്ങൾ നിൽക്കുന്നത്, അതായത് നമ്മുടെ മുരിങ്ങയൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്നത്. മുരിങ്ങ മാത്രമല്ല, ഈ ചെടിയുമുണ്ട്. ഈ ചെടി പിന്നെ ആടിന് തീറ്റ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതുണ്ടോ, നമ്മളിതിൻ്റെ അകത്തൂടെ ഇച്ചിരി മുമ്പോട്ട് നടക്കുകയാണ്. അവർ കയറിപ്പൊക്കോ കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാണ്. ഇനി അടി കിട്ടിയാൽ നമ്മൾ തിരിച്ചോടുക എന്നുള്ളതേ ഉള്ളൂ രക്ഷ. ഇതുണ്ടോ, പത്ത ഇലയുടെ തോട്ടം. റെയിൽവേ ഗേറ്റിലെ ഗേറ്റ് ഓപ്പറേറ്ററാണ്. താങ്ക് യു. അദ്ദേഹം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെയാണ് കാണിക്കുന്നത്. ഒബ്ലുവാരപ്പള്ളിയാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. ഇതാണ് ഒബ്ലുവാരപ്പള്ളിയിലെ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ റെയിൽവേ ഗേറ്റ്. ഇവിടുത്തെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വഴിയൊക്കെ തിരിച്ചു വിട്ട് ഇതുവഴിയാണ് വണ്ടികൾ ഇറങ്ങി വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, സൈക്കിൾ കംപ്ലൈൻ്റ് ആയതുകൊണ്ട്. ഇനിയിപ്പം നമ്മൾ ഒബ്ലുവാരപ്പള്ളിയിൽ നിന്നും ഹൈവേ റോഡിലോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. भाई आपका नाम क्या है? सुनील. आप बिहार का है? बिहार का किधर का? यार मैं गया डिस्ट्रिक्ट. ओके. इधर क्या काम कर रहा है? रेलवे का काम कर रहा है. अच्छा, मैं एक दिन इधर ही पहुँचेगा. नहीं, आपका गांव में भी पहुँचेगा, बहुत टाइम लगेगा. ओके जी, शुक्रिയ. അപ്പോൾ നമ്മൾ രാജംപേട്ടയിലോട്ട് പോകുന്ന വഴിക്കാണ്. അപ്പോൾ തരിശായ ഒരു സ്ഥലം കണ്ടപ്പോഴത്തേനും അവിടെ നിർത്തിയതാണ്. കുഞ്ഞിയാണ്ട് അവിടെ ഉറങ്ങുമല്ല, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഷീറ്റൊക്കെ വിരിച്ചിട്ടു. നമ്മുടെ സൈക്കിൾ താണ്ടിരിക്കുന്നു.
സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട്, ദേശീയ പതാക പാറി കളിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം വാഴക്കൃഷിയുള്ള ഒരു ഏരിയ ആണ്. അവിടെയൊക്കെ മാന്തോപ്പുകളാണ്. കണ്ടോ, വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനത്തെ പ്രദേശത്ത് വന്നിരിക്കാൻ പറ്റില്ല. അപ്പോഴത്തെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവുകയാണ്. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഈ യാത്ര തുടരാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ ഒരു തൊപ്പിയൊക്കെ വാങ്ങിച്ചു കേട്ടോ, വലിയ കുഴപ്പമില്ലാത്ത തൊപ്പി, കഷണ്ടിക്കറി ആരെയും കാണിക്കാതിരിക്കാൻ വേണ്ടി തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി കുഞ്ഞിനെയും കയറ്റി നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. ട്രാക്ടറൊക്കെ മാങ്ങ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. മാങ്ങയുടെ തോട്ടങ്ങളാണ് മുഴുവൻ, മാവിൻ തോട്ടങ്ങളാണ് മുഴുവൻ. അങ്ങ് അകലെയെല്ലാം ഏത്തവാഴ ചെയ്തുണ്ടോ. അത് ഇത് നമ്മുടെ കുഴൽക്കിണറിൽ നിന്ന് മോട്ടർ പൊക്കാൻ വേണ്ടി പോകുന്ന മെഷീനാണ് കേട്ടോ. അപ്പോൾ 716 ഹൈവേയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നമുക്കുള്ള ഉപദ്രവം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് വണ്ടികളുടെ ഉപദ്രവം മാത്രമേ ഉള്ളൂ. പോകുന്ന പോക്ക് കാണണം. പിന്നെ ഒരു ആന അമർന്ന ഒരു ഹോണുണ്ട്. ബോധമില്ലാത്തവന്മാരാണല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ആന അമർന്ന പോലെ ഒരു ഹോൺ, അത് വന്നിട്ട് തൊട്ടടുത്ത് വന്നിട്ട് ഒറ്റ അടിയാണ്. നമ്മുടെ ചെവിയുടെ 4 പലകയും പൊട്ടിപ്പോവും. വൃത്തികെട്ട സ്വഭാവം. ഇവിടെയൊക്കെ എന്നാ ഡീസൻറ്റ് ഡ്രൈവിംഗ് ആണെന്നറിയോ, നമ്മുടെ നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും ഒക്കെ. ഇപ്പോൾ ഓവർടേക്ക് ചെയ്ത് വന്ന വണ്ടിയാണ്. ജസ്റ്റ് നോക്കിയാൽ അറിയാം അത് തമിഴ്നാട് രജിസ്ട്രേഷൻ. അപ്പോഴത്തെ നമ്മൾ രാജംപേട്ടയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ പരിചയപ്പെടാൻ വന്ന ഒരു 3 സുഹൃത്തുക്കളാണ്. ഹലോ. ഹായ് ബ്രോ. ഹായ്. പേര് യശ്വന്ത്. യശ്വന്ത്. ഹായ് ബ്രോ. നാഗവർദ്ധൻ. നാഗവർദ്ധൻ. ഡാനി. അപ്പോൾ ഡാനിയും നാഗവർദ്ധനും ഒക്കെ കൂടെ കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം കുഞ്ഞ് ബൈക്കിലൊരു യാത്രയൊക്കെ നടത്തിയിട്ട് വന്നിരിക്കുകയാണ്. നാഗവർദ്ധൻ്റെ FC-യിൽ ഒന്ന് കറങ്ങിയിട്ട് വന്നതാണ്. എന്നിട്ട് ആ ഭക്ഷണം കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ കയറി കിടന്ന് ഉറങ്ങുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് സാധനങ്ങളെല്ലാം എടുത്തു വെക്കണം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു അബദ്ധം പറ്റി. ഇവിടെ വലിയ ട്രെയിലറുകൾ പോകുന്നതിൻ്റെ കാറ്റടിച്ചിട്ട് സൈക്കിൾ മറിഞ്ഞു പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ ചവിട്ടി നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടെന്ന്. ഏതായാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഒന്നും പൊട്ടുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇനിയിപ്പം എല്ലാ സാധനങ്ങളോടും ഒന്ന് സെറ്റ് ചെയ്തേ. അവിടെ ബാക്കി സാധനങ്ങൾ ഇരിക്കുക, നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ.
അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് എടുത്തു വെച്ചിട്ട് ഞാൻ പതിയെ യാത്ര ചെയ്യുകയാണ്. കാരണം അടുത്ത ഏരിയയിൽ എവിടെയാണ് സൈക്കിൾ ഷോപ്പ് കിട്ടണം, എന്നാലേ ഉള്ളൂ നമ്മുടെ സൈക്കിളിൻ്റെ പണി നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്രയിൽ കാണാം.